എന്നെ എത്ര വട്ടം അറിയോ കുതിര ഉമ്മ വയ്ക്കാൻ പോയത്. ഇത് കണ്ട, രണ്ട് സൈഡിലും കുതിരകളുണ്ടാവും. എനിക്ക് എൻ്റെ പൊന്ന്, എന്താ പറയാ, എന്തൊരു വ്യൂ ആ നോക്കിയേ. ഇത് വലിയൊരു വരിയാണ്. ഇത് കണ്ടോ, ഈ സൈഡിലൊക്കെ കെട്ടിയിട്ടിരിക്കുന്ന കണ്ടോ. ഇതുവരെ തിരിച്ചു വരുമ്പോൾ കെട്ടിയിടുന്ന തോന്നുന്നു. നേരത്തെ എൻ്റെ തലയിലേക്ക് കെട്ടിത്തന്ന പോലെ തിരിച്ചു വരുമ്പോൾ കെട്ടാനുള്ള സംഭവം തോന്നുന്നു കേട്ടോ. ഇത് വ്ളോഗർ കേരള. നമ്മള് പാത്രം നീട്ടിയൊക്കെ ഇരിക്കുന്നുണ്ട്. എന്തിനാണാവോ ഇങ്ങനെ കുറേ പേര് ഇരിക്കുന്നുണ്ടാവും കേട്ടോ സൈഡിലൊക്കെ. പിന്നെ ഈ വടിയൊക്കെ കുത്തിയിരിക്കുന്നുണ്ട്. വടി നമുക്ക് ചോദിച്ചു നോക്കാം ഫ്രീ ആണെന്ന്. ഏജ്ഡ് ആയിട്ടുള്ള ആൾക്കാർക്കൊക്കെ വടി നല്ലതാട്ടോ. ഞാനിതിന് മുന്നേ വെള്ളിയാങ്കിരി മല കയറിയായിരുന്നു. പക്ഷെ അവിടെ ശരിക്കും നമുക്ക് വടി ഫ്രീ ആയിരുന്നു. പക്ഷെ ഇവിടെ വടി നമുക്ക് ഫ്രീ അല്ല, വടി നമ്മൾ പൈസ കൊടുത്ത് മേടിക്കണം തോന്നുന്നു. അവിടെ ശരിക്കും നമ്മൾ മല കയറുമ്പോൾ നമുക്ക് വടി അത്യാവശ്യം കേട്ടോ. വടി ഇല്ലാണ്ട് പറ്റില്ല, അത്രയും ഹാർഡായിട്ടുള്ള വഴിയാണ്. ഇവിടെ പിന്നെയും വലിയ കുഴപ്പമില്ല, വഴിയൊക്കെ അത്യാവശ്യം നല്ല വഴിയാന്ന് തോന്നുന്നു. വടി നമുക്ക് റേറ്റ് ചോദിച്ചാൽ കിतना रुपया भैया? 20 रुपया. റിട്ടേൺ 10 रुपया. നമ്മൾ 20 രൂപയ്ക്ക് മേടിച്ചിട്ട് 10 രൂപയ്ക്ക് റിട്ടേൺ കൊടുക്കുകയാണെങ്കിൽ അവർ 10 രൂപ റിട്ടേൺ തരും എന്നാട്ടോ പറയുന്നത്. മേളിൽ കാണുന്ന സ്ഥലമാട്ടോ നമുക്ക് കയറാനുള്ള മല. ഞാൻ കാണിച്ചു തരാം. അതായത് എൻ്റെ പൊന്നു കണ്ടോ, ആ കാണുന്ന ഏറ്റവും മേളിലൊരു വലിയൊരു മലയുണ്ട്. വലിയൊരു മലയല്ല, മലയുടെ അകത്താണ് നമുക്ക് കയറാനുള്ളത്. ഇതുകൊണ്ടോ ഓട്ടോ വരുവാണെങ്കിൽ ഇവിടം വരെ വരുവുള്ളൂ കേട്ടോ. അതായത് അവിടുന്ന് താഴത്തുനിന്ന് ബസ് ഇറങ്ങിയിട്ട് ഇവിടം വരെ ഓട്ടോ വരുവുള്ളൂ. ഇത് നമ്മൾ കെട്ടാത്ത ആൾക്കാരുണ്ടെങ്കിൽ നിർബന്ധിച്ച് കെട്ടിക്കാൻ നോക്കൂ കേട്ടോ. ഇത് കണ്ടോ, പിന്നാലെ പോണ കണ്ടോ. നമ്മൾ വേണ്ടാന്ന് പറഞ്ഞാൽ അവർ നിർബന്ധിച്ച് കെട്ടിക്കാൻ നോക്കും. ഒരെണ്ണത്തിന് 10 രൂപ അവർ മേടിക്കുന്നത്. നമ്മൾ അകത്തേക്ക് കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതേപോലെ ഒരുപാട് ആൾക്കാരെ കാണാം കേട്ടോ. ഇവർ ഫ്രീ സർവീസ് അല്ല, ഇവർ പൈസ കൊടുത്തിട്ടുള്ള പെയ്ഡ് സർവീസ് ആണെന്ന് തോന്നണു. അപ്പം കണ്ട ആ ആൾ കുട്ടീനെയും പിടിച്ചുകൊണ്ട് പോകുന്നു. അപ്പോൾ ആളുടെ പിന്നാലെ നടന്ന് ചോദിക്കുന്നുണ്ട് അവർ. അതേപോലെ തന്നെ നമുക്ക് ഇവിടെ കുറേ കുടിവെള്ളമുള്ള കുറേ സ്ഥലങ്ങളുണ്ട് കേട്ടോ. ഇനി കൊട്ട് ഇവിടെ നമുക്ക് കുതിരയുടെ സർവീസൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ മേളിലേക്ക് ഉണ്ട് കേട്ടോ. ചോദിച്ചു നോക്കോട്ടെ എത്ര രൂപയാന്ന്. भैया कितना रुपया है भैया? कितना रुपया? 12,500. എത്രയാണെന്ന് എനിക്ക് മനസ്സിലായില്ല. ഇംഗ്ലീഷ് പോലോ. 1250. ഓക്കെ, 1250 രൂപ കേട്ടാ കുതിരയ്ക്ക് വരുന്നത്. कितना दूर है, कितना किलोमीटर है? 12 കിലോമീറ്റർ 12 കിലോമീറ്റർ 12 കിലോമീറ്റർ നിങ്ങൾക്ക് ഈ കുതിരേനെ കൊണ്ട് പോകാനാണെങ്കിൽ
ഈ കുതിരയുടെ പുറത്ത് പോകാനാണെങ്കിൽ 1250 രൂപയായിട്ടാണ് വരുന്നത് ഒരാൾക്ക്. ആദ്മി ഒരാൾക്ക്. താങ്ക് യു. ഒരാൾക്ക് വരുന്നത് 1250 രൂപയാണ്. ഒരുപാട് കുതിരകളുണ്ട് കേട്ടോ അവിടെ. നോക്കി എത്ര നേരമാണെന്ന് പറഞ്ഞാൽ നിൽക്കുന്ന പാവങ്ങള്. ആളെന്തോ പറഞ്ഞു, ഒന്നും മനസ്സിലായില്ല. കുതിര ഒന്നൊന്നല്ല കേട്ടോ, ഇഷ്ടംപോലെ കുതിരകളുണ്ട്. നോക്കി 1250 രൂപയ്ക്ക് നിങ്ങൾക്ക് ഇപ്പോൾ എന്താ പറയുക 12 കിലോമീറ്റർ കുതിരയിൽ സഞ്ചരിക്കുക കേട്ടോ. നമുക്ക് ഒരാളോടും കൂടി ഒന്ന് ചോദിച്ചു നോക്കാട്ടോ എത്ര രൂപയാണെന്ന് കുതിരയ്ക്ക് പോകുന്നതിന്. സാബ്ജി കിतना रुपये है? कितना रुपये मंदिर? 1250. 1250. 1250 രൂപയാട്ടോ പറയുന്നത്. ഞാൻ ഇപ്പോൾ അടുത്തൊരാളോടും കൂടി ചോദിച്ചതാണ് എന്തെങ്കിലും റേറ്റ് വ്യത്യാസം ഉണ്ടോയെന്ന് അറിയാനായിട്ട്. അപ്പോഴും ആള് പറഞ്ഞത് 1250 രൂപയാണ്. ഇത് കണ്ടോ, കുതിരപ്പുറത്ത് പോകുന്നത് കണ്ടോ. ഞാൻ കുറേ ടെമ്പിളിലൊക്കെ പോയിട്ടുണ്ട്, പക്ഷെ കുതിരപ്പുറത്ത് പോകുന്നത് ഇവിടെയാട്ടാ കാണുന്നത്. അതേപോലെ തന്നെ നമുക്ക് ഇവര് മറ്റേ ചെറിയ കുട്ടികൾക്ക് വേണ്ടിയിട്ട് സബ്ജിയെ കിतना पैसा है? बच्चे का कितना पैसा? इंग्लिश बोलो. 540. 540 രൂപയാണ് ഇപ്പോൾ കുട്ടികൾക്കൊക്കെ ആണെങ്കിൽ. ഇപ്പം ഇതിൽ പോകാനായിട്ട് 540 രൂപയാട്ടോ ഇതിൽ പറയുന്നത്. താങ്ക് യു. ഇപ്പം ഇതേപോലത്തെ ഈ ടാഗ് ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് മുകളിലേക്ക് പോകാൻ പറ്റുള്ളൂ കേട്ടോ. ശ്രീ മാതാ വൈഷ്ണോദേവി ബോർഡിൻ്റെ ടാഗാണിത് വരുന്നത്. അതേപോലെ നമ്മൾ പോണ വഴിക്ക് ഇതേപോലെ കുറേ അമ്പലങ്ങൾ കാണാം കേട്ടോ. ഒന്നൊന്നല്ല, കുറേ കണ്ടായിരുന്നു കേട്ടോ. പോണ വഴിക്ക് ഇഷ്ടം പോലെ ഉണ്ട്. സബ്ജി വൺ വീഡിയോ. ഞാൻ ഇതിൻ്റെ അകത്ത് കയറി ഒരു വീഡിയോ ഒക്കെ ഒന്ന് എടുക്കട്ടെ ഏട്ടാ. അപ്പോൾ ഒരാൾ പറഞ്ഞു വീഡിയോ എടുത്തോളാൻ പറഞ്ഞു, വേറൊരാൾ പറഞ്ഞു വീഡിയോ എടുക്കണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഫോട്ടോഗ്രാഫി കേട്ടോ. ഇതിൻ്റെ അകത്ത് ഇരുന്ന് നമുക്ക് ഫോട്ടോ എടുത്ത് തരും കേട്ടോ അവർ. കണ്ടോ ഗൈസ്, അങ്ങനെ നമ്മളിത് മല കയറി കുറച്ചായപ്പോൾ നമ്മൾ രാവിലെ ഒന്നും കഴിച്ചിട്ടില്ല. ആകെ ഒരു ചായ മാത്രമേ കുടിച്ചിട്ടുള്ളൂ. അപ്പോൾ നമ്മളിവിടെ ഇഷ്ടംപോലെ ഹോട്ടലുണ്ട് കേട്ടോ. നമ്മളിപ്പോൾ നേരത്തെ കഴിച്ചിട്ടില്ലെങ്കിലും നമുക്ക് ഈ മല കയറുമ്പോൾ ഇഷ്ടംപോലെ ഹോട്ടലുകളുണ്ട്. അപ്പോൾ നമ്മളൊരു ഹോട്ടലിൽ നിന്ന് കഴിക്കാമെന്ന് വെച്ചു. അപ്പോൾ നമ്മുടെ നാട്ടിലെ ഐറ്റംസ് ഒന്നും അല്ലല്ലോ. ഇവിടുത്തെ ഐറ്റംസ് എന്നൊക്കെ പറയുന്നത് എന്താ പറയുക, വലിയ പരിചയമില്ലാത്ത ഐറ്റംസാണ്. എനിക്കൊന്നും വലിയ പരിചയമില്ല. അപ്പോൾ ഞാൻ തന്തൂരി റൊട്ടിയും പിന്നെ ആലു കറി ഓർഡർ ചെയ്തു. അപ്പോൾ റൊട്ടി വന്നിട്ടില്ല. ഇതൊക്കെ ലൈവാണ്. കറി വന്നു, പക്ഷെ റൊട്ടി വന്നിട്ടില്ല. പിന്നെ പ്ലേറ്റൊന്നും വലിയ വൃത്തിയൊന്നും ഇല്ലാണ്ട് ഇവർ അങ്ങനെ വലിയ വൃത്തിയിലൊന്നും കഴുകി തരുമെന്നില്ലാന്ന് തോന്നുന്നു. നമ്മൾ ജസ്റ്റ് പറഞ്ഞു എന്നുള്ളൂ, കണ്ട കാര്യം പറഞ്ഞു എന്നുള്ളൂ, വേറെ ഒന്നും വിചാരിക്കരുത്. അപ്പോൾ ഇവിടെ ഉണ്ടാക്കുന്ന സാധനങ്ങളൊക്കെ ലൈവായിരിക്കും കേട്ടോ. ഗൈസ്, നൈസായിട്ടൊരു പണി കിട്ടി. നമ്മുടെ മൊബൈല് ചാർജ് കുറവാണ്. ചാർജറെടുക്കാൻ മറന്നുപോയി. അയ്യോ, ഞാൻ പവർ ബാങ്ക് എടുത്തതാണ്, പക്ഷേ പവർ ബാങ്കിൽ ചാർജ് കുറവായിരുന്നു. അപ്പോൾ ഇനിയിപ്പോൾ മേളിൽ നിന്നുള്ള വീഡിയോ ഞാൻ കുറച്ചെടുത്ത് കാണിച്ചു തരാം. നമുക്ക് ഇനി കൂടുതൽ വീഡിയോസ് എടുക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. അപ്പോൾ മാക്സിമം ഞാൻ ഉള്ളതിൽ നല്ല വീഡിയോ എടുത്ത് ഞാൻ കാണിച്ചു തരാം. ഗൈസ്, നിങ്ങൾ ഈ മല കയറുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എന്താ പറയുക, കുതിര വരും. ഫ്രണ്ടിൽ നിന്ന് വരും, ബാക്കിൽ നിന്നും വരും. ഇഷ്ടംപോലെ കുതിരകളുണ്ട്. അപ്പോൾ നമ്മൾ സൂക്ഷിച്ച് നടക്കുക. എന്നെ എത്ര വട്ടം അറിയോ കുതിര ഉമ്മ വയ്ക്കാൻ പോയത്. ഇത് കണ്ട, രണ്ട് സൈഡിലും കുതിരകളുണ്ടാവും. നോക്കി, കുതിരയുടെ പുറത്ത് വരെ ഒരു പച്ച കുത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ രണ്ട് സൈഡിലും കുതിരയുണ്ട്. അപ്പോൾ നമ്മൾ സൂക്ഷിച്ചൊക്കെ നടക്കണം, ഇല്ലെങ്കിൽ പണിയാണ്. പിന്നെ അതേപോലെ തന്നെ ഞാൻ ആദ്യം വിചാരിച്ചത്
ഈ വഴിയിൽ അമ്പലത്തിലേക്കല്ലേ നമ്മൾ പോകുന്നത്, മെയിൻ അമ്പലത്തിലേക്ക്. അപ്പോൾ ഇവർ ചാണകം തളിച്ച് ശുദ്ധിയാക്കിയതാണെന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷെ സംഭവം എന്താ വെച്ച് കഴിഞ്ഞാൽ കുതിരക്കാട്ടാണ്, വേറൊന്നല്ല. എൻ്റെ വിചാരം ചാണകം തളിച്ച് ശുദ്ധിയാക്കി നല്ല അത് ഇവിടുത്തെ ഒരു ഇതാണെന്നാണ് വിചാരിച്ചത്. പക്ഷെ കുതിരക്കാട്ടാണത്. അതേപോലെ തന്നെ ഇപ്പം എൻ്റെ ബേക്കിൽ കണ്ടോ നിങ്ങൾ, എൻ്റെ ബേക്കിൽ കണ്ടോ, ഇത് കണ്ടോ, എൻ്റെ സൈഡിൽ കണ്ടോ. ഇപ്പം ഇതേപോലെ ആൾക്കാരെ കീർത്തിയിട്ട് പോകും കേട്ടോ. ഇങ്ങനെ ഇവർ കൊണ്ടുപോകും കേട്ടോ. 4 പേര് ഇങ്ങനെ എന്താ പറയുക, ഇങ്ങനെ പിടിച്ച് ഒരാളെ സെൻറ്ററിലിരുത്തി ഇങ്ങനെ കൊണ്ടുപോകും കേട്ടോ. അതൊക്കെ നൈസാണേ. പിന്നെ നമ്മളിങ്ങനെ നടക്കുമ്പോഴേ ഫ്രണ്ടിൽ നിന്നും ബാക്കിൽ നിന്നൊക്കെ സൈഡ് പറയുന്നുണ്ട്. ഇത് കണ്ടോ, അവർ ഈ കുതിരേനെ കൊണ്ടുപോകുന്നതാണ്. ഫ്രണ്ടിൽ നിന്നും ബാക്കിൽ നിന്നും സൈഡ് പറഞ്ഞിട്ട് നമ്മളത് ഏറ്റവും കൂടുതൽ സൂക്ഷിക്കേണ്ട കാര്യം അതാണ്. കുതിരയുടെ കേസാണ്. ജസ്റ്റ് മിസ്സാട്ടോ. ഞാൻ നേരത്തെ ഉമ്മ വയ്ക്കാൻ പോയതാ. നോക്കി ചിരിക്കണേ, നോക്കി. കുതിര എനിക്ക് തോന്നുന്നത് ഓരോ 100 മീറ്റർ 150 മീറ്റർ 200 മീറ്റർ ഒക്കെ കഴിയുമ്പോൾ കുതിരേനെ കാണാൻ പറ്റും കേട്ടോ. നമുക്ക് ഇഷ്ടംപോലെ കുതിരയുണ്ട് കേട്ടോ. സൂക്ഷിച്ച് നടക്കണം. അതേ കണ്ടോ, ഒരേ സമയം ഫ്രണ്ടിൽ നിന്നും ബാക്കിൽ നിന്നൊക്കെയാണ് വരുന്നത്. അതേപോലെ തന്നെ നമ്മൾ കുറച്ച് കഴിയുമ്പോൾ കുറച്ച് പോകുമ്പോൾ ബാത്തിങ് ഉണ്ട് ഇവിടെ. ഇതുകൊണ്ട് എത്ര അടുത്ത് കൂടെ കുതിര പോണേന്ന് കണ്ടോ, ഇഷ്ടം പോലെ ഉണ്ട്. ഇന്ന് സൺഡേ ആയതുകൊണ്ടാന്ന് തോന്നുന്നുണ്ട് എത്ര തിരക്ക്. ഇതിപ്പോൾ ഇതേപോലെ കണ്ടോ, കുറേ അമ്പലങ്ങൾ ഇതിൻ്റെ ഇടയ്ക്കുണ്ട് കേട്ടോ. ദുർഗാദേവിയാണെന്ന് തോന്നുന്നു കേട്ടോ ഇതിലെ പ്രതിഷ്ഠ. വേണ്ട ഫ്രണ്ട് കണ്ട ഹനുമാൻ. നിങ്ങൾ കണ്ട് ഈ കുതിര ഭയങ്കര ഡേഞ്ചറാണ്. കുതിരയുടെ വിചാരം കുതിരയുടെ വഴിയാണത്, മനുഷ്യർക്ക് നടക്കാൻ പറ്റില്ല. ഇഷ്ടംപോലെ കുതിരകളുണ്ട്. അതേപോലെ തന്നെ ഇഷ്ടംപോലെ കടകളുണ്ട് കേട്ടോ ഇവിടെ. നമ്മൾ കുറച്ച് കയറി കഴിയുമ്പോൾ ഇപ്പം ഇവിടെ ഇങ്ങനെ നമുക്ക് 2 വഴി കാണാം. അങ്ങോട്ടേക്കൊരു വഴിയുണ്ട്, അതേപോലെ തന്നെ ഇങ്ങോട്ടേക്കൊരു വഴിയുണ്ട്. അത് ഈ വഴി പോകാമെന്ന് പറയുന്നത് സ്റ്റെപ്പ് കയറി പോകലാണ്. ഇത് സ്ലോപ്പാണ്. നമുക്ക് നൈസായിട്ട് ഇങ്ങനെ സ്ലോപ്പായിട്ട് പോകണമെന്നുണ്ടെങ്കിൽ അങ്ങനെ പോകാം. മറ്റേ വഴി സ്റ്റെപ്പ് കയറി പോകുന്ന പരിപാടിയാണ്. അപ്പോൾ അത് നമുക്ക് എങ്ങനെ വേണമെങ്കിലും ചൂസ് ചെയ്യാം. ഗൈസ്, നിങ്ങൾ ഇങ്ങോട്ട് വരുന്നത് ഹിമസാഗർ എക്സ്പ്രസ്സിലാണെങ്കിൽ നിങ്ങൾക്ക് കട്ടറ ഇറങ്ങിയിട്ട് അവിടെ നിന്ന് ഓട്ടോ വിളിച്ച് ഇങ്ങോട്ട് വരാം. 200 രൂപ ചാർജ് വരുള്ളൂ. അല്ല നിങ്ങൾ ഡൽഹിയിൽ നിന്ന് ഇറങ്ങിയിട്ടാണെങ്കിൽ അവിടെ നിന്ന് 1200 രൂപയ്ക്ക്, ബസ്സിലാണെങ്കിൽ 1200 രൂപ തൊട്ട് 700 രൂപ തൊട്ട് സ്റ്റാർട്ടിംഗ് ഉണ്ട്. ഗവൺമെൻറ് ബസ്സാണെങ്കിൽ 700 രൂപ തൊട്ട് സ്റ്റാർട്ടിങ്. പ്രൈവറ്റ് ആണെങ്കിൽ 1200, 1700, 1200 രൂപയ്ക്ക് സ്ലീപ്പർ കിട്ടും കേട്ടോ. നിങ്ങൾക്ക് ഇങ്ങോട്ട് വരാവുന്നതാണ്. അതായത് ജമ്മുവിൽ ഇറങ്ങിയിട്ട് ജമ്മുവിൽ നിന്ന് ഏകദേശം ഒരു 10-20 കിലോമീറ്റർ, 34 കിലോമീറ്ററിനടുത്ത് ദൂരം ഇവിടേക്കുണ്ട്. അപ്പോൾ ജമ്മുവിൽ ഇറങ്ങിയിട്ട് നിങ്ങൾക്ക് 34 കിലോമീറ്റർ ദൂരം അങ്ങോട്ട് വരാവുന്നതാണ്. അത് ജമ്മുവിൽ ഇറങ്ങിയിട്ടാണെങ്കിൽ ബസ് ഉണ്ട്. ജമ്മു സ്റ്റേഷനിൽ ഇറങ്ങണം. സ്റ്റേഷനിൽ ഇറങ്ങിയാലേ ബസ്സുള്ളൂ. അതാകുമ്പോൾ ഒരാൾക്ക് 100 രൂപ സംതിങ് ആണ് വരുന്നത്.
पचपन मेरा नहीं राजस्थान का മൊബൈൽ തട്ടിക്കൊണ്ട് പോട്ടോ ചിരിച്ചിരിക്കാട്ടോ എന്നിട്ട് ഗൈസ് ഇത് വളരെ മനോഹരമായൊരു സ്ഥലം കേട്ടോ. ശരിക്കും പറഞ്ഞാൽ സാധാരണ മലയൊക്കെ കയറുമ്പോൾ നമുക്ക് മടുക്കാറുണ്ട്, പക്ഷെ ഇത് മടുക്കുന്നൊന്നുമില്ല. വളരെയധികം മനോഹരമായൊരു സ്ഥലമാണ്. അതേപോലെ തന്നെ നല്ല കാറ്റുണ്ട് കേട്ടോ, നല്ല കാറ്റ്, നല്ല കൂളിംഗ് ഉണ്ട് ഇവിടെ. നമുക്ക് വലിയ ബുദ്ധിമുട്ടായിട്ട് ഫീൽ ചെയ്യുന്നില്ല. മറ്റേ ഞാൻ ഇതിനു മുന്നേ വെള്ളിയാങ്കിരി മല പോയപ്പോൾ അത് ഒന്നാമത്തെ മല കയറിയപ്പോൾ തന്നെ ഞാൻ ടയേർഡായി. പക്ഷേ ഇവിടെ അങ്ങനെ ടയേർഡൊന്നും ആയിട്ടില്ല, രസമുണ്ട്. നമുക്ക് പോകാനും നല്ല എന്താ പറയുക, നല്ലൊരു എനർജറ്റിക് ആണ്. ഇപ്പോൾ ഈ കുതിരയൊക്കെ നമ്മുടെ സൈഡിൽ കൂടെ ഒക്കെ പോണ കാണുമ്പോൾ ഉണ്ടല്ലോ, ഭയങ്കര വൈബാണ്. 1000-ൽ പരം കുതിരകളുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇവിടെ 1000-ൽ കൂടുതൽ കുതിരകളുണ്ടെന്നാണ് തോന്നുന്നത്. അതേപോലെ തന്നെ എന്താ പറയുക, ഈ മനുഷ്യർ ഈ എന്താ പറയുക, ഈ ഹാൻഡിക്യാപ്ഡ് ആയിട്ടുള്ള ആൾക്കാരെ അല്ലെങ്കിൽ കുറച്ചുകൂടി ഏജ്ഡ് ആയിട്ടുള്ള ആൾക്കാരെയൊക്കെ കയറ്റിക്കൊണ്ടു പോകുന്ന കാണുമ്പോഴൊക്കെ നമുക്ക് ഭയങ്കര എന്തോ വണ്ടറടിക്കും ഇവിടെ. ഈ ചെറിയ പിള്ളേർ ഇത്രയും വയസ്സായ ആൾക്കാരൊക്കെ നടക്കുമ്പോൾ മടുത്തു എന്ന് പറയുന്നത് നടക്കേടാ. നമ്മളങ്ങനെ ഒരു ഏകദേശം ഒരു 6 കിലോമീറ്ററിന് മേളിൽ നടന്നു തോന്നണു. ഇനി നമുക്കൊരു 3 കിലോമീറ്ററും കൂടി നടക്കാനുണ്ട്. ഇതുണ്ട്, ഞാൻ ഈ അടുത്ത് മറ്റേ കോയമ്പത്തൂർ പൂണ്ടിയിൽ പോയ അത്രയും വലിയൊരു ബുദ്ധിമുട്ടൊന്നും എനിക്കിവിടെ ഫീൽ ചെയ്തിട്ടില്ല. ഇവിടെ കുറച്ചും കൂടി കിലോമീറ്റർ കൂടുതൽ പറയുന്നുണ്ടെങ്കിൽ എനിക്കും അങ്ങനെ ഫീൽ ചെയ്തിട്ടില്ല. എനിക്ക് പൂണ്ടിയിലാണ്, ഇവിടെ 3 കിലോമീറ്റർ എന്ന് മെൻഷൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇനി ഒരു 3 കിലോമീറ്റർ കൂടി ഉള്ളൂ കേട്ടോ നമുക്ക് എത്താനായിട്ട്. ഇവിടെ നമുക്ക് എന്താ പറയുക, ഡൊണേഷൻ കൗണ്ടർ, ഗർഭജൂൺ പാരാച്ചി കൗണ്ടർ, ബ്ലാങ്കറ്റ് സ്റ്റോർ, അനൗൺസ്മെൻറ്റ് എൻക്വയറി കൗണ്ടർ, ഭോജാഞ്ജലി ഡിസ്പെൻസറി, റെൻറ്റഡ് ഡോർമിറ്ററി, റെൻറ്റഡ് റൂംസ്, ഫ്രീ അക്കോമഡേഷൻ, ഷോപ്പിംഗ് കോംപ്ലക്സ് എല്ലാം ഇനി അങ്ങോട്ട് പോകുമ്പോൾ ഉണ്ട് കേട്ടോ. പിന്നെ അതിൻ്റെ റേറ്റ് അപ്പുറത്ത് കൊടുത്തിട്ടുണ്ട്, ഓരോന്നിൻ്റെയും റേറ്റ് കൊടുത്തിട്ടുണ്ട് കേട്ടോ.
അപ്പോൾ നിങ്ങൾ മലയാളികൾ വരികയാണെങ്കിൽ മസ്റ്റായിട്ട് വിസിറ്റ് ചെയ്യേണ്ട ഒരു സ്ഥലമാട്ടോ ഇതൊക്കെ. എന്ത് മനോഹരമാണെന്നറിയോ കാണാനായിട്ട്. ഏറ്റവും മുകളിലേക്ക് എത്തണം, എത്താതെ കാര്യമില്ല. ഏറ്റവും മുകളിലേക്ക് എത്തിയാലേ നിങ്ങൾക്ക് അതിൻ്റെ ആ ഒരു ഭംഗി മനസ്സിലാക്കാൻ പറ്റുള്ളൂ. സമയം ഇപ്പോൾ ഏകദേശം ഉച്ചയാവാറ്. അതുകൊണ്ടാണെന്ന് തോന്നുന്നു ഇപ്പോൾ ഇപ്പോഴാണ് കുതിരയ്ക്ക് റെസ്റ്റ് കൊടുക്കുന്നത് കണ്ടത്. അതോ ഇതിനപ്പുറത്തേക്ക് കുതിര പാസ് ചെയ്യും. പക്ഷേ ഇവിടെ കുറേ കുതിരേനെ നിർത്തിയിട്ടിട്ടുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇവർ ഫുഡ് കൊടുക്കാനൊക്കെ ആയിട്ടാണെന്ന് തോന്നുന്നു കേട്ടോ. ഇത് ആരാണോ ഇതിൻ്റെ കരാർ ഏറ്റെടുത്തിരിക്കുന്നത് ഇത്ര കുതിരകളൊക്കെ മേടിച്ചിരിക്കുന്ന? എന്തായാലും ഭയങ്കര സംഭവമാണ്. എന്തോരം കുതിരകളാണ്. ഇനിയിപ്പോൾ ഇവിടുന്ന് എന്തോരം ദൂരം ഉണ്ടെന്ന് ഞാൻ ഒന്നുകൂടി ചോദിച്ചു നോക്കാം.